മക്കൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കാം? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ വാക്കുകളിലൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ടീച്ചിങ്ങിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് ഒരു കുട്ടി നോക്കുന്നത് സ്വന്തം മാതാപിതാക്കൾ ഒരു ഇമോഷണലി സ്റ്റേബിൾ ആവേണ്ട സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇമോഷണലി കാം ആയിരിക്കേണ്ട സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും കുട്ടിയും കോപ്പി ചെയ്യുന്നുണ്ടാവുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കുട്ടിയോട് ഒരു കാര്യം ആ കുട്ടി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയോട് ഏത് രീതിയിലാണോ റിയാക്ട് ചെയ്യുന്നത്, ഏത് ഇമോഷൻസ് കലർന്നുകൊണ്ടാണോ നിങ്ങൾ ആ ഒരു കുട്ടിയോട് റിയാക്ട് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും ആ കുട്ടി ഭാവിയിൽ നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര വാശിയാണ്, വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കണം, എല്ലാത്തിനും ഭയങ്കര ചൂടാണ്, ദേഷ്യമാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു റെസ്പോൺസ് ആണോ കുട്ടി കോപ്പി ചെയ്യുന്നത്? നമ്മൾ അങ്ങനെയാണോ നമ്മുടെ കുട്ടികളോട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പലരോടും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള പലരോടും നമ്മൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, നമ്മുടെ ഭാഗത്താണ് ഫോൾട്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് മാറ്റം വരുത്തുക. ഓക്കെ, ആ മാറ്റം കണ്ട് വേണം നമ്മുടെ കുട്ടി നമ്മളെ കോപ്പി ചെയ്യാനായിട്ട്. അതായിരിക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് നമ്മൾ ചെയ്യാനുള്ളത്. വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോറീസ് ഇമോഷണലി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബെഡ് ടൈം സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് ഏത് ഇമോഷൻസ് ആണോ ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടിയിരുന്നത്, ആ ഒരു ഇമോഷൻ ആ ഒരു നമ്മുടെ പറയുന്ന സ്റ്റോറിയിലുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് ഫോളോ ചെയ്യുന്നതായിട്ടും, അത് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ടും ഒക്കെ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റോറി, ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് പറയാനായിട്ട് കഴിയും. അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നത്.